തിരുവാഭരണ ഘോഷയാത്രയുടെ രണ്ടാം ദിവസത്തെ യാത്ര പുരോഗമിക്കുകയാണ്. പുലർച്ചെ അയിരൂർ പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ നിന്നാണ് രണ്ടാം ദിനം യാത്ര ആരംഭിച്ചത്. വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി ഇന്നത്തെ യാത്ര ലാഹാസത്രത്തിൽ സമാപിക്കും. നാളെ ഘോഷയാത്ര ശബരിമലയിലെത്തും. ഗൂഗിൾ ദിമേശ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നാളെ പുലർച്ചയോടുകൂടി മൂന്നാമത്തെയും അവസാനത്തെയും ദിവസമായത്തെ യാത്ര ആരംഭിക്കും. നാളെ തിരുവാഭരണ ഘോഷയാത്ര ലാഹ വനം വകുപ്പിൻ്റെ സത്രത്തിൽ നിന്ന് ആരംഭിച്ച് നാളെ വൈകിട്ടോടുകൂടി ശബരിമല സന്നിധാനത്ത് എത്തിച്ചേരുന്നതോടുകൂടി ശബരിമല ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായിട്ടുള്ള മകരജ്യോതി ദർശനത്തിന് വേണ്ടി ഒരുങ്ങും, തയ്യാറെടുക്കും. നാളെ വൈകിട്ട് 5 മണിയോടുകൂടി ശരംകുത്തിയിൽ എത്തിച്ചേരുന്ന തിരുവാഭരണ യാത്രയ്ക്ക് ദേവസ്വം ബോർഡ് ആചാരപരമായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള സ്വീകരണം നൽകി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി സന്നിധാനത്തേക്ക് ആനയിക്കും. തുടർന്ന് സന്നിധാനത്ത് 18-ാം പടി ചവിട്ടിയെത്തുന്ന തിരുവാഭരണ പേടകത്തെ ഒന്നാമത്തെ പേടകം മാത്രം ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോകും. തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ആ പേടകം ഏറ്റുവാങ്ങും. തുടർന്ന് ക്ഷേത്രത്തിനുള്ളിൽ ശ്രീകോവിലിനുള്ളിൽ അയ്യപ്പന് തിരുവാഭരണങ്ങൾ ചാർത്തിക്കൊണ്ടാണ് നാളെ ദീപാരാധന നടക്കുന്നത്. ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്ര നട തുറക്കുന്നതോടുകൂടിയാണ് പൊന്നമ്പലമേട്ടിൽ ഭക്തലക്ഷങ്ങൾ കാത്തിരിക്കുന്ന ആ മകരജ്യോതി തെളിയുന്നത്. മകരജ്യോതി ദർശനം ആ സമയത്താണ്. അതിനുശേഷം മകര നക്ഷത്രവും ആകാശത്ത് അതേസമയം തന്നെ തെളിയുകയും ചെയ്യും. രണ്ടാമത്തെയും മൂന്നാമത്തെയും പേടകങ്ങളിലുള്ളത്, രണ്ടാമത്തെ പേടകത്തിൽ അയ്യപ്പനുള്ള പൂജാപാത്രങ്ങളാണ്. മൂന്നാമത്തെ പേടകത്തിലുള്ളത് എഴുന്നള്ളിപ്പിനുള്ള കൊടിക്കൂറകളാണ്. ഈ 2ഉം 3ഉം പേടകം നേരെ മണിമണ്ഡപത്തിലേക്കാണ് പോകുന്നത്. 21-ാം തീയതി മുതലുള്ള മണിമണ്ഡപം കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ളവയാണ് 2ഉം 3ഉം പേടകങ്ങളിൽ ഉൾപ്പെടുന്ന വസ്തുക്കൾ. എന്തായാലും അവ നേരെ മണിമണ്ഡപത്തിലേക്ക് പോകും. അങ്ങനെ 20-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് ഇനി ശബരിമലയിലുള്ളത്. എന്തായാലും തിരുവാഭരണ ഘോഷയാത്ര ശബരിമലയിൽ എത്തുന്നതോടുകൂടി ആ രീതിയിലുള്ള പരമ്പരാഗതമായിട്ടുള്ള തനത് ചടങ്ങുകൾക്കും ആചാരങ്ങൾക്കും ഒക്കെ തന്നെ തുടക്കമാകും. എന്തായാലും ഈ തിരുവാഭരണ പാത അല്ലെങ്കിൽ തിരുവാഭരണം കടന്നു പോകുന്ന എല്ലാ വഴികളിലും നിറഞ്ഞ ഭക്തജന സാന്നിധ്യമാണ്. ശരണ വിളികളുടെ അകമ്പടിയോടുകൂടിയാണ് തിരുവാഭരണ ഘോഷയാത്ര മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കടന്നു പോകുന്ന പാതയിലൊക്കെ തന്നെ ഭക്തരുടെ വലിയ സാന്നിധ്യം, ഒപ്പം അത് ഇറക്കി വെക്കുന്ന കേന്ദ്രങ്ങളുണ്ട്. അവിടെയൊക്കെ തിരുവാഭരണം കണ്ടു തൊഴുന്നതിന് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കുന്നത്. ഒപ്പം ഇതിന് കൃത്യമായിട്ട് സുരക്ഷ ഒരുക്കി പോലീസ് ഉദ്യോഗസ്ഥരും വനം വകുപ്പ്, ഫയർഫോഴ്സ് അടക്കമുള്ള ഉദ്യോഗസ്ഥരും കൂടെ തന്നെയുണ്ട്. ഈ യാത്രയെ അനുഗമിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ ക്രമീകരണങ്ങളും കൃത്യമായി പൂർത്തിയായി തന്നെയാണ് തിരുവാഭരണ ഘോഷയാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രണ്ടാമത്തെ ദിവസത്തെ യാത്ര ലാഹയിൽ അവസാനിക്കും. അവസാന ദിവസമായിട്ടുള്ള യാത്ര നാളെ ലാഹയിൽ നിന്ന് ആരംഭിക്കും. നാളെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മകരജ്യോതി ദർശനം. അത് കണ്ടു തൊഴുന്നതിന് വേണ്ടിയിട്ട് 10,000-കണക്കിന് ഭക്തർ ഇപ്പോൾ തന്നെ പല ഭാഗങ്ങളിലായിട്ട് പർണശാലകളൊക്കെ കെട്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും മൂർധന്യ അവസ്ഥയിലേക്ക് എത്തുകയാണ്. ആചാര നിബിഡമായിട്ടുള്ള ദിനങ്ങൾ തന്നെയാണ്, നിമിഷങ്ങൾ തന്നെയാണ് ഇനി ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കാനായിട്ടിരിക്കുന്നത്.